ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വീട് എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇതെല്ലാം ഒരുവിധം എല്ലാ പ്രൊഡക്റ്റും മീഷോന്ന് വാങ്ങിയതാണ്. അപ്പം അതിൻ്റെയൊക്കെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, വേണ്ടവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓർഗനൈസർ വന്നിട്ട് ഈ ഒരു ബോക്സ് ആണ് കേട്ടോ. ഇതുപോലെ 5 പാർട്ടായിട്ടുള്ളൊരു ബോക്സാണ്. സോറി 5 അല്ല കേട്ടോ, 4 പാർട്ടായിട്ടുള്ളൊരു ബോക്സാണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ തന്മോള ആക്സസറീസ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മളെ എന്താ പറയുക, മുടി കെട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, അതുപോലെ മാല, വള, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആക്സസറീസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ബോക്സ് കൊടുത്തതുകൊണ്ട് തന്നെ അത് നമ്മൾ അവിടെ ഇവിടെ ഇട്ട് വെക്കാതെ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഈ ഒരു ബോക്സ് തന്നെ എടുത്തു വെക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് വാരി വലിച്ചിടാണ്ട് അതിൻ്റേതായ രീതിയിൽ അതിൻ്റേതായ സ്ഥലത്ത് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചോളൂ കേട്ടോ. കുട്ടികൾ തന്നെ എടുത്ത് വെച്ചോളൂ, നമ്മൾ എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു ബോക്സ് ഉണ്ടായാൽ. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കോഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതുപോലെ ഒരു സ്റ്റോറേജ് ബോക്സ് നമ്മൾ വീട്ടിലുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. കുട്ടികൾ തന്നെ എടുത്തു വെച്ചോളും, നമ്മളായിട്ട് എടുത്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ തന്നെ ഓരോ സാധനങ്ങളും അതിൻ്റേതായ സ്ഥലത്ത് അവർ തന്നെ എടുത്തു വെച്ചോളൂ. ഇനിയിപ്പോൾ ഇതാ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ബുക്ക് ഹോൾഡറാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് മുസഫൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ മുസഫൊക്കെ ഓതുന്ന ടൈമിലാണെങ്കിലും നമുക്ക് ഇതിൽ തന്നെ വെച്ചിട്ട് ഓതുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫേവറേറ്റ് പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പം ഇതിൻ്റെയും കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. നല്ല അടിപൊളി മെറ്റീരിയലും അടിപൊളി പ്രൊഡക്റ്റുമാണ്. വുഡാണ്, ഒരു വുഡൻ സ്റ്റാൻഡാണിത്. അപ്പോൾ ഈ സ്റ്റാൻഡിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഡീറ്റെയിൽഡായിട്ട് അറിയണമെന്നുള്ളവർ ആ ഒരു വീഡിയോയും കൂടി കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് എല്ലാ ഇൻഫർമേഷനും കിട്ടും ഈ ഒരു സ്റ്റാൻഡിൻ്റെ. ഇനിയിപ്പോൾ അതാ നമ്മളെ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു കീ ഹോൾഡറാണ്. ഇത് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റാണ്. നല്ലൊരു ഓർഗനൈസറാണ്. നമുക്ക് ചാവി അറിയാമല്ലോ, നമ്മൾ വീട്ടിൽ ചാവി അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് പോകും. പിന്നെ അത് തിരഞ്ഞ് നടക്കുന്നത് ഭയങ്കര ഒരു പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ ഈ ഒരു കീ ഹോൾഡർ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ഈ ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുവെക്കും. അപ്പോൾ ചാവി തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാ വീട്ടിലും ഒരു അവസ്ഥയായിരിക്കും, പോകാൻ നേരത്തായിരിക്കും വണ്ടിയുടെ ചാവി തിരയുക. അപ്പോൾ പെട്ടെന്ന് കണ്ടോളണമെന്നില്ല. അപ്പം ഇങ്ങനെതാ ഇതുപോലെ ഒരു ഓർഗനൈസർ ഉണ്ടെങ്കിൽ കറക്റ്റ് അതിൻ്റേതായ സ്ഥാനം തന്നെ വെച്ചോളും. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ബോക്സസ് ആണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ കുട്ടികളെ ആർട്ട്, അതായത് ക്രാഫ്റ്റ്, ആർട്ട് വർക്കിനൊക്കെ ആവശ്യമുള്ള സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കുറച്ച് ബോക്സസ് ഉണ്ടായതുകൊണ്ട് തന്നെ അവർ ഇതിൻ്റെ ഈ സംഭവങ്ങളൊക്കെ എടുത്താൽ തിരിച്ച് ഇതേ സ്ഥലത്ത് കറക്റ്റ് തന്നെ കൊണ്ടുപോയി വെച്ചോളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവിടെയും ഇവിടെയും നിരത്തി വാരി വലിച്ചിട്ട് നമുക്ക് ഭയങ്കര ഒരു പണിയായിരിക്കും. ഇതുപോലെ ഇത് ഓർഗനൈസ് ചെയ്ത് വെച്ച് കൊടുത്താൽ നമ്മൾ ഒരിക്കലും വെച്ച് കാണിച്ചു കൊടുത്താൽ മതി, പിന്നെ അവരെന്നെ ചെയ്തോളും. അതിൻ്റേതായ ബോക്സിൽ അവരെന്നെ കൊണ്ടിട്ടോളും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു സെറ്റ് എനിക്ക് തോന്നുന്ന ഒരു 6 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്രൈസും കാര്യങ്ങളൊക്കെ എനിക്ക് മറന്നുപോയിട്ട് ഒരുപാട് കാലമായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലത്തെ കുറച്ച് പൗച്ചസ് ആണ് കേട്ടോ. ഇതൊരു പ്ലാസ്റ്റിക് പൗച്ചസ് ആണ്, ബാഗായിട്ടാണ് കേട്ടോ. കുറച്ച് അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കുട്ടികളെ ഓരോരോ സാധനങ്ങൾ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിലും ഓരോ ടൈപ്പ് ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരാവശ്യം കഴിഞ്ഞാൽ അതിൻ്റേതായ കറക്റ്റ് സ്ഥലത്ത് പോലെ എടുത്ത് വെച്ചോളൂ. ഇനിയിപ്പോൾ ഞാൻ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പോലെ ഡ്രസ്സ് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ബോക്സസ് ആണ്. അത്യാവശ്യം വലിയ ബോക്സാണ് കേട്ടോ. കുട്ടിക്ക് അത്യാവശ്യം ഡ്രസ്സൊക്കെ വെക്കാൻ കഴിയും. അപ്പോൾ ഒന്നിൽ മോളെ ഡ്രസ്സും ഒന്നിൽ മോൻ്റെ ഡ്രസ്സും അതുപോലെ ഒന്നിൽ 2 പേരുടെയും കൂടി യൂണിഫോമാണ് കേട്ടോ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു ദിവസം മടക്കി വെക്കാൻ, അതായത് വൃത്തിയിൽ മടക്കി വെക്കാനൊക്കെ കഴിയാത്തൊരു ദിവസം ഉണ്ടെന്നുണ്ടെങ്കിലും കുട്ടികൾ തന്നെ ഓരോതായ വേർതിരിച്ചിട്ട് ഓരോ ബോക്സിൽ തന്നെ മടക്കി വെച്ചോട്ടെ. ഇപ്പോൾ മടക്കി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അതിലെടുത്ത് വെച്ചാൽ നമുക്ക് കബോർഡിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചാൽ നല്ല വൃത്തിക്ക് തന്നെ നിന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 പേർക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതിന് വേണ്ടിയുള്ള ബോക്സ് എടുത്ത് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഓരെന്നാണ് കേട്ടോ ഓരോ ഡ്രസ്സൊക്കെ മടക്കി വെക്കാറുള്ളത്. അപ്പോൾ ആ ഒരു വൃത്തിയിൽ അവരെന്നെ ചെയ്തോളും. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു കപ്പ് ഹോൾഡറാണ് കേട്ടോ.
ഇതും ഭയങ്കര ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് കപ്പൊക്കെ ഇങ്ങനെ നീറ്റായിട്ട് ക്യൂട്ടായിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം എന്നുള്ളവർ ആ ഒരു വീഡിയോ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഇതിലൊന്നുകൂടി എടുത്ത് പറയാണ്. കാണാനും ഭംഗിയുണ്ട്. നമുക്ക് കുറഞ്ഞ പൈസയിൽ നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഇത് മീഷോന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ഇനിയിപ്പോൾ നമ്മളെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലേറ്റ് ഹോൾഡറാണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിന് കുറേ മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പ്രൈസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു ഓർഗനൈസറാണ്. നമുക്ക് പ്ലേറ്റ് ഇതുപോലെ കഴുകിയിട്ട് വൃത്തിയിലെടുത്ത് വെക്കാം. അതുപോലെ കാണാനും ഭംഗിയാണ്. ഒരു സ്ഥലത്ത് തന്നെ ഒതുങ്ങി നിന്നോളും പ്ലേറ്റ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും ആണ്. ഇതിൽ നമുക്ക് 10 പ്ലേറ്റ് ആണ് കേട്ടോ അതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാനാവുക. സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ 10 പ്ലേറ്റ്, അല്ല നമുക്ക് ഒരു ഇതിൽ തന്നെ 2-3 ഒക്കെ വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കൂടുതൽ പ്ലേറ്റും വെക്കാം. ഇത് ഭയങ്കര ഉപകാരമുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് അടുത്തത് വരുന്നത് ഈ ഒരു ട്രേ ആണ്. ഇതിൻ്റെ ഒരു 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് ആയിരുന്നു കേട്ടോ ഈ ട്രേ. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം അതുപോലെ ഓയിൽ ബോട്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും ഭയങ്കര ഉപകാരമുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓയിൽ ബോട്ടിലൊക്കെ യൂസ് ചെയ്താൽ സാധാരണഗതിയിൽ കൗണ്ടർ ടോപ്പിലൊക്കെ അവിടെയും ഇവിടെ ആയിട്ട് വെക്കുകയാണല്ലോ ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരു ട്രേ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് അതിൻ്റേതായ സ്ഥാനത്ത് തന്നെ വെച്ചോളും. അപ്പം കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയായിട്ട് ഇരിക്കാനും എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കാനും ഇതുപോലെ ഒരു ട്രേ ഉണ്ടെന്ന് വെച്ചാൽ ഉപകാരമാണ്. ഇതിലിങ്ങനെ ട്രേയിൽ ഒതുക്കി വെച്ചാൽ കാണാനും ഒരു വൃത്തിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ ലാസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരു സെറാമിക് കണ്ടെയ്നേഴ്സാണ് കേട്ടോ. ലിഡൊക്കെ ഉള്ളൊരു ബൗള് രൂപത്തിലുള്ളൊരു കണ്ടെയ്നറാണ്. ലിഡ് ടൈറ്റായിട്ടുള്ള ലിഡല്ല കേട്ടോ. നമുക്ക് ഇതുപോലെ ജസ്റ്റ് എടുത്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ലിഡാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പൊടിയപ്പും കല്ലുപ്പും ഇടാൻ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ ഞാനൊരു ഷോ പീസായിട്ട് വാങ്ങിയതായിരുന്നു. പക്ഷേങ്കിൽ തോന്നി ഏതായാലും ഷോ പീസായിട്ട് അടുക്കളയിൽ വെക്കണം, അപ്പോൾ അതൊരു ഉപകാരമുള്ള ഒരു രീതിയിലും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഉപ്പിട്ട് വെച്ചത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.